ആദ്യം നമുക്ക് ഉഴുന്ന് കുതിർത്താനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഫുള്ള് വേണ്ട, കുറച്ച് കുറവ്, ഒരു ഗ്ലാസ്സിനെക്കാട്ടും. ഇത് ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താനായിട്ട് വെക്കാം. ഇവിടെ ഞാൻ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി. 3 ഗ്ലാസ് വറുത്ത അരിപ്പൊടി. ഇത് നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ്. അതുപോലെ തന്നെ 1 ഗ്ലാസ് ചോറ്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് നോക്കിയിട്ട് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഞാനിതിൽ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. കണ്ടോ, കറക്റ്റായിട്ടുണ്ട് വെള്ളം. ഒരുപാട് വെള്ളം പോലെ ആവണ്ട. അരിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വേഗം തന്നെ നന്നായിട്ട് ഇതേപോലെ മിക്സായി കിട്ടും. അതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാട് വെള്ളം കൂടണ്ട, ഇത്രയും ആക്കിയാൽ മതി. ഇനി വേണമെങ്കിൽ നമ്മൾ അരച്ചെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ചൂടാവില്ല അങ്ങനെ. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതേപോലെ അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ മിക്സി ജാറിൽ തന്നെ നമുക്ക് ചോറ് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കാം. ഇളക്കി നോക്കിയിട്ട് ഒരുപാട് തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് മാവ്. ഇനി ഇത് നമുക്ക് പുളിക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട മാവ് നന്നായിട്ട് പൊന്തി വന്നു. മേലെ വരയ്ക്കും പൊന്തി വന്നിട്ടുണ്ട്. പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം.